മുസ്ലിം ലീഗ് ഡൽഹിയിൽ നടത്താനിരുന്ന ഇഫ്താർ വിരുന്ന് റദ്ദാക്കി. എംപിമാർക്കും അറബ് അംബാസിഡർമാർക്കും വേണ്ടി ഒരുക്കിയ ഇഫ്താർ വിരുന്നാണ് റദ്ദാക്കിയത്. ഗൾഫ് മേഖലയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഇഫ്താറിനെതിരെ വിമർശനം ഉയർന്നതോടെയാണ് ഈ നീക്കം. ഇറാൻ അംബാസിഡറെ വിളിച്ചാൽ ഇഫ്താറിന് എത്തില്ലെന്ന് UAE, സൗദി നയതന്ത്ര പ്രതിനിധികൾ അറിയിച്ചതായും സൂചനയുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ശരത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാരണം പതിവ് പോലെ എല്ലാ വർഷവും ഇഫ്താർ ഡൽഹിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം നടത്താറുണ്ട്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള DMK അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളെയും വിളിച്ചുകൊണ്ടുള്ള ഇഫ്താറാണ് കഴിഞ്ഞ വർഷവും നടത്തിയിരുന്നത്. അതേമാതിരി തന്നെ ഈ മാസം 11 ഈ വരുന്ന ബുധനാഴ്ച ലീമറുടെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലീമറുഡിലാണ് ഇത് സംബന്ധിച്ച എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നത്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനെ അടക്കം ക്ഷണിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സാധാരണ ഈ ഇഫ്താറിൽ പങ്കെടുക്കുന്ന അറബ് രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചത്. തുടർന്ന് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഗൾഫിൽ ഇത്ര പ്രതിസന്ധി നടക്കുമ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇത്തരം ഒരു ഇഫ്താർ നടത്തുന്നതിന് ലീഗിൽ നിന്ന് വിമർശനമുണ്ടായി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സാദിഖ് അലി തങ്ങളുള്ള അടക്കമുള്ള വ്യക്തികൾ ഇഫ്താറിന് വേണ്ടി ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അന്ന് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവുമായിട്ട് ഉച്ചയ്ക്ക് ഒരു ചർച്ചയും UDF ചർച്ചയും നേരത്തെ വെച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാഷ്ട്രങ്ങളിലെ ഒരു പ്രശ്നം ഇതിലേക്ക് ഉയർന്നു വരുമെന്നൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ അംബാസിഡർ സാധാരണയായിട്ട് ഇറാൻ, അതേപോലെ തന്നെ കുവൈത്ത് തുടങ്ങിയ സൗദി തുടങ്ങിയ അംബാസിഡറൊക്കെ ലീഗിൻ്റെ ഇഫ്താർ പരിപാടിയിൽ വരാറുണ്ട്. അറബ് അംബാസിഡർമാരോടൊപ്പം തന്നെയാണ് ഇറാൻ അംബാസിഡറും പങ്കെടുക്കാറുള്ളത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇറാൻ അംബാസിഡറുമായിട്ട് ഒരു വേദി പങ്കിടുന്നതിൽ വളരെ വലിയ എതിർപ്പാണ് അറബ് രാജ്യങ്ങളിലെ അംബാസിഡർമാർക്കുള്ളത്. പ്രത്യേകിച്ചും സൗദി അറേബ്യ, UAE ഈ രണ്ട് രാജ്യങ്ങൾക്ക് നേരെയും ഇറാനിൽ നിന്നുള്ള മിസൈൽ വർഷം തുടരുന്ന ഇടെയാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതായാലും വലിയ ഒരു വിവാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഈ ഇഫ്താർ റദ്ദാക്കിക്കൊണ്ട് ഇതിൻ്റെ ചുമതലക്കാരായ ഇഫ്താറിൻ്റെ ഹാരിസ് ബീരാൻ MP ഈ ക്ഷണിച്ചവരെയൊക്കെ വ്യക്തിപരമായിട്ട് ഈ വിവരം വിളിച്ചറിയിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം കത്ത് മുഖാന്തരവും ഇൻവിറ്റേഷൻ റദ്ദാക്കിയതായിട്ടും ഈ ക്ഷണിക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾക്കും അതേപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചോളം ലീഗിൻ്റെ ഉത്തരേന്ത്യയിലെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയ ബലമായിരുന്നു ഇഫ്താർ പാർട്ടികൾ. അതാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം റദ്ദാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. രാജ്യ തലസ്ഥാനത്തു നിന്നാണ് ശരത് ലാൽ ഈ പുതിയ വിശദാംശങ്ങൾ നൽകിയത്.